നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. കലയരങ്ങിൻ്റെ ദിവസത്തിൽ ശനിയാഴ്ചകളിൽ ഞാനൊരു പാചകക്കുറിപ്പ് ഇടാറുണ്ട്. ഞായറാഴ്ചകളിൽ സാഹിത്യപരമായ മറ്റെന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ഇന്നത്തെ പാചകക്കുറിപ്പ്, ഇന്നൊരു പാചകക്കുറിപ്പ് ഇടുക കേട്ടോ. പാചകക്കുറിപ്പ് സാധാരണ ഇപ്പോഴൊക്കെ മാർക്കറ്റിൽ കിട്ടും. വീടുകളിൽ നമ്മൾ ഉണ്ടാക്കാൻ അങ്ങനെ ശ്രദ്ധിക്കാത്തതായിട്ടുള്ള ഒരു വസ്തുവാണ്. അതായത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, ധാരാളം കഴിച്ച് പരിചയമുണ്ട്, ഉണ്ടാക്കിയ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും ഞാനതിനെ ഒരു പുതുമയോടെ പറയുകയാണ്. ഇന്നത്തെ പാചകത്തിൻ്റെ നമ്മുടെ ഉൽപ്പന്നം തൈര് മുളക് അല്ലെങ്കിൽ കൊണ്ടാട്ട മുളക് എന്നും പറയും. ഇതെങ്ങനെയാണ് നമുക്ക് വീടുകളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നും അതുണ്ടാക്കിയാൽ അതിൻ്റെ സ്വാദിനെ പറ്റി ഒന്ന് വർണ്ണിക്കുകയാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൊല്ലമുളകില്ലേ, ആ കൊല്ലമുളക് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് നമ്മൾ പാത്രത്തിലേക്കാക്കി മാറ്റുമ്പോൾ, അതിൻ്റെ ആ പാക്കറ്റ് പൊട്ടിച്ച് മാറ്റുമ്പോൾ അതിൽ നിന്ന് മുളക് മാത്രം എടുത്ത് ടിന്നിലേക്ക് എടുത്ത് മാറ്റിയിട്ടു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ മുളകിൻ്റെ അരി ഉണ്ടാകും. ആ മുളകിൻ്റെ അരിയെല്ലാം കൂടെ ഒരു ചെറിയ പാത്രത്തിൽ, ഒരു ചിരട്ടയിലായാലും മതി, ഇത്തിരി വെള്ളം ഒഴിച്ച് അവിടെ വയ്ക്കുക. 2-3 പ്രാവശ്യം കഴുകിയിട്ടൊരു പാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ആ എരിവ് ഒന്ന് പോകണം, അതാണ് ഉദ്ദേശം. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അത് കഴുകിയെടുത്തിട്ട് ഒരു ചെറിയ തുണിയിൽ അങ്ങ് വാരിയിട്ടിട്ട് അതൊന്ന് പതുക്കനെ ഒന്ന് പൊതിഞ്ഞ് അങ്ങനെ മൂട്ടി അവിടെ വയ്ക്കുക, കുറച്ച് ലൂസായിട്ട്. അവിടുന്ന് 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടികൾ വെക്കണതോ അല്ലെങ്കിൽ പഴയ പാത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. അതിൽ ഇത്തിരി ചകിരിച്ചോറും ഇത്തിരി ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടിയിട്ട് ഒരു ചട്ടി പോലെ തയ്യാറാക്കിയിട്ട്, കുറച്ച് വിസ്താരമുള്ളതായിക്കോട്ടെ, അതിലിട്ടിട്ട്, അല്ലെങ്കിൽ ചെടിച്ചട്ടികളിൽ ഇതൊന്നും അല്ലെങ്കിൽ ഇത് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴേക്കും 4-5 ദിവസമൊക്കെ മുളയ്ക്കും. പിറ്റേ ദിവസം ആയാലും വിരോധമില്ല. ഇത് മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറുമ്പുകൾ എടുത്തുകൊണ്ട് പോയി തിന്നും. ഈ മുളകിൻ്റെ അരി മുളയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വേണം, ഉറുമ്പിന് തിന്നാനുള്ളത് നമ്മളാ കൊടുക്കുക. അപ്പോഴത്തേക്കും മുളക് മുളച്ചോളും, മുളകിൻ്റെ അരി മുളച്ചോളും. അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പൊടിയരി ഉണ്ടെങ്കിൽ പൊടിയരി, ഇല്ലെങ്കിൽ ഇപ്പോൾ പൊടിയരി ഉണ്ടാക്കാൻ വല്ല വിഷമമുണ്ടോ? ഒരു വാളൻ നമ്മൾ വെക്കണ പുഴുക്കലരി അങ്ങോട്ട് മിക്സിയിൽ അങ്ങോട്ട് കറക്കുക, പൊടിയരിയായി. അതും കൂടിയായിട്ട് അത് അരിച്ച് അതിൻ്റെ പൊടിയരിയും ഈ മുളകരിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 1-2 ചട്ടികളിലായിട്ട് അങ്ങോട്ട് വിതറിയിടുക. അതല്ല, പറമ്പിൽ വല്ല ഇഞ്ചിയോ മഞ്ഞളോ പയറോ വെണ്ടയോ അങ്ങനെ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടക്ക വിതറിയിട്ടാലും മതി, അതവിടെ കിടന്ന് മുളച്ചോളും. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസമൊക്കെ വന്ന ഉറുമ്പുകൾ വന്ന് ഈ അരിയൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്കും ഈ മുളകിൻ്റെ അരി അങ്ങോട്ട് മുളച്ചോളും. മുളകിൻ്റെ അരി മുളച്ച് അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് ഇത്തിരി കൂടി പൊങ്ങി ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അതിന് ഇത്തിരി വളം കൊടുക്കണം. അത് വളം നല്ലത് എന്താണെന്നറിയാമോ? നമ്മൾ സാധാരണയായിട്ട് തിന്നുന്ന ഏത്തപ്പഴമാണ് നല്ലത്, മറ്റു പഴമായാലും മതി. അതൊന്ന് അരിഞ്ഞ് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് അടിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ലൂസാക്കിയിട്ട് അതൊരു പാത്രത്തിൽ വയ്ക്കുക. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതിനൊരു പുളിപ്പ് വരും. ആ പുളിപ്പ് വരുമ്പോൾ അതൊന്ന് ഇളക്കി വെച്ചിട്ട് അതിൻ്റെ തെളി മാത്രം നല്ലോണം വെള്ളം ചേർത്ത് ഈ മുളകിൻ ചെടിയിലൊക്കെ മുളച്ച് വന്ന തൈക്കളിലൊക്കെ ഒന്ന് തളിക്കുകയും ചെയ്യുക. അതിൻ്റെ ചോട്ടിൽ കൂടെ ഇത്തിരി ഒഴിക്കുകയും ചെയ്യുക. ആകെ കൂടി കുറച്ചേ ഒഴിക്കാവൂ കേട്ടോ. ഈ സാധനം കാണുന്ന പോലെയല്ല, നല്ല കോൺസെൻട്രേറ്റഡാണ്, എന്താ പറയണ്ടേ, ഇത് നല്ല കട്ടിയുണ്ട്, അതിന് വീര്യമുണ്ട്. അതുകൊണ്ട് വെള്ളം ചേർത്ത് ഈ മുളകിൻ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചാൽ പെട്ടെന്ന് വളരും. ഇത് ആഴ്ചയിൽ 1-2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ചയിൽ 1 പ്രാവശ്യം ഈ വളം മാത്രം ഇട്ടാൽ മതി, ബാക്കിയുള്ള ഒന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് പൂവായി. ഈ മുളകിൻ്റെ തൈക്കളിലുണ്ടല്ലോ, നമ്മൾ വാങ്ങണ കൊല്ലമുളകിൻ്റെ തൈക്കളാണത്, അതിൽ ധാരാളം മുളകുണ്ടാവും. ആ മുളക് മൂത്ത് കഴിഞ്ഞാൽ എരിവാട്ടോ, മൂക്കാൻ നിൽക്കരുത്. കുറച്ചങ്ങടായി അതിൻ്റെ വലുപ്പമായി എന്ന് കണ്ട മൂക്കണതിന് മുൻപ് അത് പറിച്ചെടുത്തിട്ട് കഴുകി വാരി ഒരു ചെറിയ തുളയിടുക. വെറുതെ പേനാക്കത്തി വെച്ചിട്ട് ഒന്നങ്ങോട്ട് കുത്തിയാൽ മതി. എന്നിട്ട് നല്ല പൊളിച്ച തൈര്, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക. ഈ മുളക് 4 ദിവസം കൂടുമ്പോൾ വിളവ് എടുക്കണം. ധാരാളം മുളകുണ്ടാവും. ഒരു 4 കടയുണ്ടെങ്കിൽ
ധാരാളം മുളക് അത് പറിച്ച് 4 ദിവസം കൂടുമ്പോഴുള്ളത് ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക. ഒരു ദിവസം ഈ ഉപ്പും തൈരും കൂട്ടിയത് ഇങ്ങനെ ഇട്ട് മറിച്ച് വെക്കണം, അങ്ങനെ അടച്ച് വെക്കണം. രണ്ടാമത്തെ ദിവസം ഒരു 24 മണിക്കൂർ ഇരുന്നാലും വിരോധമില്ല. ഇരുന്ന് കഴിഞ്ഞിട്ട് ആ തൈരിൽ നിന്ന് കണ്ണാപ്പയ്ക്ക് ഇങ്ങനെ കോരിയെടുത്ത് അപ്പോഴേക്കും ഈ തൈരും ഉപ്പും കൂടി ചെല്ലുമ്പോൾ അതങ്ങ് വെള്ളമായിട്ട് നിറക്കും കേട്ടോ. ആ വെള്ളത്തിൽ നിന്ന് ഇതിനെങ്ങനെ കണ്ണാപ്പയ്ക്ക് വെച്ച് കോരിയെടുത്തിട്ട് വെയിലത്തേക്ക് ഉണങ്ങാനിടും. അതങ്ങനെ വെയിൽ കൊണ്ട് ഇപ്പം പറ്റിയ കാലാവസ്ഥയാണ്. പകൽ നല്ല വെയിൽ, രാത്രിയാകുമ്പോഴല്ലേ മഞ്ഞ്. അപ്പോൾ ഈ വെയിലത്തങ്ങോട്ട് ഇട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ വെള്ളം കുറച്ചൊക്കെ വറ്റി അത് വീണ്ടും വാരിയെടുത്ത് ഈ തൈരിലേക്ക് തന്നെ ഇടുക. ആ തൈരിലേക്ക് ഇട്ട് ഇളക്കി അവിടെ വയ്ക്കുക. അങ്ങനെ ഒരു 3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഏറിയാൽ 4 ദിവസം കൊണ്ട് ഈ തൈര് മുഴുവൻ അങ്ങോട്ട് വരറ്റും. എല്ലാം പൂർണ്ണമായിട്ട് ഈ മുളകിൽ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കൂടി വെയിലത്തേക്ക് അങ്ങോട്ട് ഇടുക. ചുരുക്കത്തിൽ സാധാരണയായിട്ട് 3-6 പകൽ വെയിൽ കൊണ്ട് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ അനക്കുമ്പോൾ ശബ്ദം കേൾക്കണ വിധത്തിലേക്ക് ഉണങ്ങിയിട്ടുണ്ടാവും. ഉപ്പും തൈരും മാത്രമേ വേണ്ടൂ. എരിവ് കുറഞ്ഞ മൂപ്പാവാത്ത മുളക് നമ്മൾ ഉണക്കിയെടുത്തു. ഇപ്പോൾ 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം ആകുമ്പോൾ വീണ്ടും നമുക്ക് വിളവെടുക്കാം. അപ്പം നമ്മൾ മറ്റൊരു പാത്രത്തിൽ ഇതേപോലെ തുളച്ചതിലേക്ക് ഇട്ട് വയ്ക്കുക തൈര്. അപ്പോഴത്തേക്ക് ആദ്യത്തേത് ഒരുമാതിരി ഉണക്കായിട്ടുണ്ടാവും. ഉണക്കായിട്ടുള്ളതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് രണ്ടാമത്തതിനെ ശുശ്രൂഷിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഉപ്പും തൈരും മുളക് അതിലേക്ക് ഇട്ട് ഒരു ദിവസം വച്ച് പിന്നെ എടുത്ത് വെയിലത്തിട്ട് ആ തൈര് വറ്റണ വരെ വെയിലത്തേക്ക് ഇട്ട് അങ്ങനെ വറ്റിക്കഴിഞ്ഞ് വീണ്ടും എടുത്ത് വെയിലത്തിട്ട് ഉണക്കി ഇങ്ങനെ കൂട്ടി വയ്ക്കുക. ഒരു പാത്രത്തിൽ 3-4 ദിവസത്തെ ആവുമ്പോൾ ഇത്തിരി വലിയൊരു ടാർപ്പാളി ഞാനെടുക്കുന്നത്. ടാർപ്പാളി അങ്ങോട്ട് എടുത്ത് വിരിച്ച്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പർ അതിലെടുത്താൽ വിരിച്ച് എല്ലാം കൂടെ ഒന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കും. എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ വാരി പാത്രത്തിലാക്കി അടച്ച് വയ്ക്കാം. അടച്ച് വച്ചിട്ട് ഇതിൻ്റെ പേര് തൈരുമുളകെന്നാണ്. ഇത് നല്ലൊരു വിഭവമാണ്, രാജകീയമായ സദ്യക്കുള്ള വിഭവമാണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? വലിയ കല്യാണ സദ്യകളിലൊക്കെ സദ്യക്ക് ഒരു കൊണ്ടാട്ടമുളക് വറുത്തതുണ്ടാവും. അതായത് ഈ തൈര് മുളക് വറുത്തത് ഒരെണ്ണം ഉണ്ടാവും. എന്താ ഇത്രയൊക്കെ വിഭവമുള്ളപ്പോൾ പിന്നെ എന്തിനാ ഈ മുളക്? അതൊരു രാജകീയ വിഭവമാണ്, സ്വാദുള്ളൊരു വിഭവമാണ്. ഇത് എപ്പോഴാണ് കൂട്ടേണ്ട സമയം എന്നറിയാമോ? സദ്യക്ക് ഊണ് നമ്മൾ പരിപ്പ് കൂട്ടി ആദ്യം ഉണ്ടു, സാമ്പാർ കൂട്ടി ഉണ്ടു, എരിശ്ശേരി കൂട്ടി, ഓലൻ കൂട്ടി, അവിയൽ കൂട്ടി, പച്ചടി കൂട്ടി, കീച്ചടി കൂട്ടി, മധുരക്കറി പിന്നെ കൂട്ടി, ഇതൊക്കെ കൂട്ടി ഉപ്പിലിട്ടത് ഇഞ്ചി, തൈര്, പുളി, ഇഞ്ചി, നാരങ്ങാക്കറി, മാങ്ങാക്കറി അതൊക്കെ കൂട്ടി വറുത്തുപ്പേരി. ഇത് ഊണ് ആദ്യം വിളമ്പിയ ചോറിൻ്റെ ഒന്നുകിൽ പകുതി അല്ല രണ്ടാമത് വിളമ്പാനുള്ളത് കുറച്ചേ ഉള്ളൂ വെച്ചാൽ അത് ഊണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴിക്കുന്നത് പായസം. ആ പായസം കഴിച്ചതിന് ശേഷം ചെടിച്ച് പോവാതെ മടുത്തു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അല്പം ചോറ് നല്ല മോരോ അല്ലെങ്കിൽ തൈരോ കൂട്ടി കഴിക്കും. അതിൻ്റെ കൂടെയാണ് നമുക്ക് തന്ന ഇഞ്ചി തൈര് കൂടി ചേർക്കുക. ആ ചേർക്കുമ്പോൾ അതിൽ ഉടച്ച് ചേർക്കാനുള്ളതാണ് ഈ കൊണ്ടാട്ടമുളക്. സദ്യയ്ക്ക് ഉള്ളുമ്പോൾ കൊണ്ടാട്ടമുളക് വിളമ്പണത് അപ്പോഴാണ് കൂട്ടേണ്ടത് കേട്ടോ. മോര് കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഉടച്ച് ഈ മുളക് കൂടി ഉടച്ചിട്ട് ഊണ് കഴിക്കുക. അപ്പം നമ്മൾ വയറ് നിറയെ അതിന് മുമ്പ് കഴിച്ച വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഈ മോരും തൈര് ചോറങ്ങോട്ട് ചെല്ലുമ്പോൾ സുഖമായിട്ട് അതങ്ങോട്ട് സെറ്റാവും. നമുക്ക് വയറ് വല്ലാണ്ട് നിറഞ്ഞിട്ടുള്ള അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കൊണ്ടാട്ടമുളക് വലിയ സദ്യക്ക് വിളമ്പുന്നതിൻ്റെ കാരണം തന്നെ. അത് അപ്പോഴാണ് കൂട്ടേണ്ടത്. അല്ലാണ്ട് സാമ്പാർ കൂട്ടി കൊണ്ടിരിക്കുമ്പോൾ മുളകൊന്നും കടിക്കുകയല്ല. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം തൈരുമുളക് എന്ന് പറയും, ഇല്ലെങ്കിൽ കൊണ്ടാട്ടമുളക് എന്നും പറയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊണ്ടാട്ടം എന്നൊന്നും പറഞ്ഞാൽ ഒരു മീറ്റല്ല. തൈരുമുളകെന്ന് പറഞ്ഞാൽ ഈ വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന്. ആ മുളകിൽ ഉണ്ടമുളകാണ്, എരിവുള്ളതാണ്. മാത്രമല്ല അതിൽ ഉപ്പ്, എരിവ് അറിയാണ്ടിരിക്കാൻ വേണ്ടി ഉപ്പ് അങ്ങോട്ട് തോനെ ഇടും. പിന്നെ തൈര് പേരിനും ഇടും. അത് പാക്കറ്റിൽ മേടിച്ച് വറുത്തിട്ട് നമ്മൾ കൂട്ടിയിട്ടുള്ളൊരു പിന്നെ നമുക്ക് അത് മടുത്തുവോ, നമുക്ക് വേണ്ട. ഇത്ര ഉപ്പുള്ളത് എങ്ങനെയാണ് കഴിക്കണേ? ശരീരത്തിന് കേടാ കൂടുതൽ ഉപ്പ് ചെല്ലണത്.
അതുകൊണ്ട് ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, ഉണ്ടാക്കാനും പറ്റും. തൈര് മുളക്, ഇത്തിരി തൈരിൽ കിടക്കണം ഇത് 2-3 ദിവസം. അപ്പോഴാണ് അതിൻ്റെ ഉള്ള എരിവ് ശമിക്കുക. ഉപ്പും കൂടി ചേർന്നാവുമ്പോൾ ആ ഉപ്പും പിടിക്കും അതിന്. എന്നിട്ട് ഉണങ്ങി കിട്ടണം. ഇത് ഉണങ്ങി കിട്ടിയാൽ തൈര് മുളക്, മൂപ്പ് കുറഞ്ഞ പച്ചമുളകാണ് അതിന് നല്ലത്. അത് ഉണങ്ങി കിട്ടിയാൽ ഏതുപോലെ ഇരിക്കുന്നു ഞാൻ കാണിച്ചു തരാം. ദേ ഒന്ന് നോക്കൂ, ഉണക്കിയ മുളകാണിത്. ഇതാ കാണാനുണ്ട്, കണ്ട? ഉണങ്ങിയ പച്ചമുളക് തൈരിലിട്ട് ഉണക്കിയിട്ടുള്ള മുളകാണിത്. തൈര് മുളക് എന്നും പറയും, കൊണ്ടാട്ടമുളക് എന്നും പറയും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് വീടുകളിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരമൊക്കെ ഊണുള്ളൂ. ആ സമയത്ത് ഒരു 2 പപ്പടമൊക്കെ കാച്ചിന്നിരിക്കും. ആ പപ്പടം കാച്ചാനായിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വയ്ക്കുമ്പോൾ അന്നന്നൊക്കെ ആവശ്യമുള്ളൊരു 4-5 മുളക് അങ്ങോട്ട് വറുത്തെടുക്കുക. എന്നിട്ട് പപ്പടം കാച്ചുക. അത് വറുത്തെടുത്താൽ ഇതാ ഇതുപോലെ ഇരിക്കും. നോക്കൂ, തൈര് മുളക് വറുത്തതാണ് ഞാനിത്. പപ്പടം കാച്ചണതിന് മുമ്പ് വറുത്ത്, ഇത് കുറച്ച് കൂടുതൽ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിന്നിലിട്ട് വെച്ച ചെറിയൊരു, ഇപ്പൊക്കെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ഡബ്ബകൾ കിട്ടില്ലേ, ഒരെണ്ണത്തിൽ ഇട്ട് വെച്ചാൽ എന്നൊന്നും വറക്കാൻ നിൽക്കണ്ട, കഴിയണ വരെ അത് എടുക്കുക, ഒട്ടും കേടാവാണ്ടിരിക്കുകയും ചെയ്യും. ഇതാ ഇങ്ങനെ ഇരിക്കും വറുത്താൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം തൈര് മുളക്. വളരെ എളുപ്പത്തിൽ ഒരു 2 കട ഉണ്ടെങ്കിൽ മതി, ധാരാളം മുളക് ഉണ്ടാവണതാണ്. കൃത്രിമ വളങ്ങളൊന്നും വേണമെന്നില്ല. ഈ കഞ്ഞിയുടെ വെള്ളവും പഴത്തൊലിയും കൂടി മിക്സ് ചെയ്ത് പറ്റുകയാണെങ്കിൽ ഓർത്ത, എനിക്ക് ചിലപ്പോൾ മറവിയൊക്കെയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഓർത്ത ഒരു കൊച്ചു കഷ്ണം ശർക്കരയും കൂടി അതിലേക്ക് ഇടുക. നല്ല വള അസലായിട്ട് ധാരാളമായിട്ട് മുളകുണ്ടാവും. നമുക്കൊരു 4 ദിവസം കൂടുമ്പോൾ പറിച്ചാൽ, ഈ 2 കടയമ 3 കടയമ ഉണ്ടാവുന്നത് പറിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് മുളക് നമുക്ക് ഉണക്കി വെക്കാം. അത് കഴിയുമ്പോൾ വീണ്ടും വേണമെങ്കിൽ ഒരു 4 കടയും കൂടി വേറെ മുളക് ചെടി ഉണ്ടാക്കണതിന് ഇപ്പോൾ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഈ മുളക് നടണത് എവിടെയാണെന്ന് വെച്ചാൽ ചട്ടിയിൽ ഇതിലൊന്നുമില്ല. ഇവിടെ ഇഞ്ചി ഒരു 2 തടം ഇഞ്ചി നട്ടിട്ടുണ്ട്, 2 തടം മഞ്ഞൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ആയിട്ട് ഈ മുളകിൻ്റെ അരി വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞ് കിഴിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഞാനിത് എന്ത് ചെയ്യുന്നറിയാമോ, ഇത്തിരി അരിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വെതറിയിടും. അപ്പം എന്താ, അത് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് മുളച്ചോളും. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല. ഈ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം പഴത്തൊലിയും കൂടി അരച്ചതിൻ്റെ തെളി ഇതിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് ഒഴിച്ചേക്കും. അതിങ്ങനെ പൊങ്ങി വരും. ഇഞ്ചിയേക്കാളും പൊങ്ങി വന്ന മുളക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ധാരാളം മുളകും ഉണ്ടാകും. അതിനെ പറിച്ച് ഈ വിധത്തിൽ തൈര് മുളക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് തൈര് മുളക് കൊണ്ടാട്ട മുളക് എന്നൊന്നും പറഞ്ഞാൽ അത്രയ്ക്ക് പെടുന്നില്ല. അവർക്ക് മുളകിൻ എല്ലാം ഫ്രൈ ആണ് അവർക്ക് ഇഷ്ടം. ഫ്രൈയാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ, ഉരുളക്കിഴങ്ങ് ഫ്രൈ, പയർ ഫ്രൈ എന്ന പോലെ പറഞ്ഞോളൂ. മുളക് ഫ്രൈ സുഖമായിട്ട് കൂട്ടിക്കോളും, അസലായിട്ട് കൂട്ടിക്കോളും. ഇത് രാവിലെ നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കി ചട്ടണിയൊക്കെ അരയ്ക്കാൻ നേരം കിട്ടണേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ മുളക് വറുത്തതുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു ബൗളിലേക്ക് 2 തവി തൈര് അങ്ങോട്ട് ഒഴിച്ചു, ഈ 2 മുളകും അങ്ങോട്ട് ഇട്ടു, ഒന്ന് ഉടച്ചാൽ നല്ലൊരു തൈർ ചട്ടണിയായി. ദോശയ്ക്ക് കൂട്ടാൻ നല്ലതാ, ഇഡ്ഡലിക്കായാലും തറക്കടമൊന്നുമില്ല, ഊണ് കഴിക്കുമ്പോഴും എടുക്കാം. ഞാനിത് എപ്പോഴാണ് ഉപയോഗിക്കണമെന്ന് അറിയാമോ? എനിക്ക് ഷുഗറുണ്ടേ, അതുകൊണ്ട് ചായയിലൊന്നും മധുരമിട്ടിട്ടല്ല കുടിക്കണത്. എനിക്ക് മധുരമില്ലാത്ത ചായ കുടിക്കുമ്പോൾ ഒരു മടുപ്പ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ വറുത്ത് വെച്ചേക്കണ മുളകിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കടിക്കും. ഒരു മുളക് ചായ കുടിക്കുമ്പോൾ ചായയുടെ കൂടെ ഇത് കടിച്ചു കൂട്ടാൻ നല്ല സുഖമാണ്. ചായ കുടിക്കുമ്പോഴത്തെ ഒരു സുഖം, നല്ല സുഖമാണ്. അപ്പം ശരി, എല്ലാവരും തന്നെ തൈര് മുളക് ഉണ്ടാക്കാൻ നോക്കൂലോ. 2 കട പച്ചമുളക് എല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങരുത് കേട്ടോ ഈ മുളക്. കാരണം എന്താ വെച്ചാൽ അവർ തൂക്കം കിട്ടാൻ വേണ്ടി മുളകിനെ മൂപ്പിക്കും, നല്ല മൂപ്പാവുമ്പോൾ ഇത് സാധനം എരിയും. തൈര് കിടന്നാലൊന്നും ആവില്ല, കുട്ടികളൊക്കെ എരിഞ്ഞ് വിറയ്ക്കും. മൂപ്പ് കുറവിൽ എടുത്തിട്ട് വേണം നമ്മൾ ഈ വിധത്തിൽ ഉണക്കി സൂക്ഷിക്കാൻ, അപ്പോഴേ അത് സ്വാദാവുള്ളൂ. അപ്പോൾ രുചിയുള്ള ഒരു തൈര് മുളകാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പണ്ട് കാലത്ത് ധാരാളം ഉണ്ടാക്കി വയ്ക്കാറുള്ളതാണ്. ഒരു മുളക് വറുത്തതും ഇത്തിരി സംഭാരം ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാം സുഖമായിട്ട് എന്നാ പറയുക കാരണവന്മാരൊക്കെ അല്ലേ.
അപ്പോൾ ശരി, ഇന്നത്തെ എൻ്റെ പാചകം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും തൈരുമുളക് അല്ലെങ്കിൽ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുമെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുമാണ് ഞാൻ ആശിക്കുന്നത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും ഈ പാചകമൊന്നു പരീക്ഷിക്കൂ.